മെമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ ഉലർത്തിയതാണ്. പണ്ടൊക്കെ നമുക്ക് പറമ്പുകളിൽ നിന്നായിരുന്നു കൂണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു സീസൺ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂണ് കൃഷി ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കൂണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കാൻ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കമൻസ് ഒക്കെ ഒന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ നമുക്ക് കൂൺ ഉലർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ 2 പാക്കറ്റ് കൂൺ എടുത്തിട്ടുണ്ട്. ഇത് 400 ഗ്രാമാണുള്ളത്. ഇതിന് മുട്ടക്കൂൺ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി കൂൺ നമുക്ക് അരിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇത് 2ആയിട്ടൊന്ന് മുറിക്കണം. പിന്നെ ഇതുപോലെ കൂണിൻ്റെ കനം ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ അധികം കനം കുറയാതെ അരിഞ്ഞെടുക്കണം. ഇപ്പോൾ എല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് വെക്കണം. കൂണിന് എന്തെങ്കിലും വിഷാംശം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. പറമ്പിൽ നിന്ന് കിട്ടുന്ന ചില കൂണുകൾ ഇങ്ങനെ വിഷാംശം ഉള്ളതുണ്ട്. അപ്പം നമ്മൾ ഏത് കൂണാണെങ്കിലും കടയിൽ നിന്ന് മേടിച്ചാണെങ്കിൽ പോലും നമ്മളിതുപോലെ മഞ്ഞൾ തിരുമ്മി വെച്ചേക്കണം. ഈ മഞ്ഞ കളർ അല്ലാതെ മറ്റേതെങ്കിലും കളറിലേക്ക് വരുവാണെങ്കിൽ അതിന് വിഷാംശം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മഞ്ഞൾ തിരുമ്മി നമ്മൾ അരമണിക്കൂർ നേരം മാറ്റി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കൂണ് നന്നായിട്ട് കഴുകി മഞ്ഞൾ കളഞ്ഞെടുക്കണം. ഞാൻ കഴുകി ഒരു ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കൂണ് നമുക്ക് വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ കൂണിൻ്റെ കൂടെ ചേർക്കാനുള്ള ചേരുവകൾ ഏതൊക്കെയാണെന്ന് പറയാം. 10 ചുവന്നുള്ളി 2ആയിട്ട് മുറിച്ചത്, 5 പച്ചമുളക് കീറി വെച്ചിട്ടുള്ളത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി 2ആയിട്ട് അരിഞ്ഞത്. ഇതെല്ലാം നമുക്ക് കൂണിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചാൽ മതി. അടുപ്പത്ത് വെക്കുമ്പോൾ കൂണിൽ നിന്ന് കുറച്ച് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെക്കാം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നത്. പിന്നെ കൂണ് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കൂണ് നമുക്ക് വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് താളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം എണ്ണ ഒഴിക്കാം. പിന്നെ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഇടാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി ഇത്ര ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മളിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1/4 മുറി തേങ്ങ ചിരണ്ടിയത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൂട്ടാം. ഇപ്പം നമ്മുടെ രുചികരമായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൂൺ ഉലർത്തിയത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കൂണ് കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിച്ചേക്കണം. താങ്ക്